ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും മുൻ MLA KP മോഹൻ ഇന്ന് നിയമസഭയിലെത്തി. നേരത്തെ കഴിഞ്ഞ സെഷനിൽ വരെ സഭാതലത്തിൽ ഭരണപക്ഷ നിരയിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ കണ്ടത് നിയമസഭയുടെ മീഡിയ ഗാലറിയിലാണ്. അദ്ദേഹത്തിന് നിയമസഭാ നിറവിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള പാസുമുണ്ട്. KP മോഹനൻ റെപ്രസെൻറ്റേറ്റീവ് പടയണി പത്രത്തിൻ്റെ പ്രതിയാണ് അദ്ദേഹം നിയമസഭാ പാസ് കൈവശം വച്ചിരിക്കുന്നത്. അദ്ദേഹം ഇത് ആദ്യമായിട്ടല്ല, 2016 അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയില്ല. പകരം അന്നും അദ്ദേഹം നിയമസഭയുടെ മീഡിയ ഗാലറിയിൽ ഉണ്ടായിരുന്നു. എന്താണ് ഈ പടയണി പത്രമുള്ള ബന്ധം? പടയണി 72 എൻ്റെ പിതാവ് തുടങ്ങിയതാണ്. അത് നന്നായിട്ട് തന്നെ കൊണ്ടുപോയി ഈവനിങ് ഡെയിലിയാണ് സായന്ന പത്രമായിട്ട്. അപ്പോൾ നാട്ടിലുള്ള ലോക്കലായിട്ടുള്ള വിശേഷങ്ങളൊക്കെ തന്നെ അറിയും. 3000-ഓളം കോപ്പികൾ അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴേ ഓൺലൈനായിട്ടും കൂടി നല്ല രീതിയിൽ തന്നെ 5,000-6,000 പേർക്ക് ഒരു ദിവസം അത് ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ആ പത്രം നിലനിർത്തിക്കൊണ്ട്, അച്ഛൻ തുടങ്ങിയതുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതും അതോടെ തന്നെ പ്രാദേശിക വാർത്തകൾ എല്ലാവരും വളരെ ഉത്കണ്ഠയോടുകൂടി നോക്കുന്ന പത്രം കൂടിയാണ്. അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ടും അതിൻ്റെ പബ്ലിഷറായിട്ടും ഒക്കെ തന്നെ ഞാൻ തന്നെയാണുള്ളത്. ഈ സഭാ നടപടികൾ റിപ്പോർട്ട് ചെയ്യാൻ ഇനിയും കാണാൻ പറ്റുമോ? സ്ഥിരമായിട്ട് അടുത്ത ആഴ്ച മുതലേ ഉണ്ടാവും. എന്താണ് അങ്ങനെ ഈ സഭയുടെ അകത്തുനിന്ന് കാണുന്നതും ഈ മീഡിയ ഗാലറിയിൽ നിന്ന് കാണുമ്പോൾ വ്യത്യാസം എന്തൊക്കെ? അകത്തുനിന്ന് കാണുന്നത് നമ്മൾ സഭാ നടപടികളിലാണല്ലോ. മീഡിയ ഗാലറിയിലാകുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം എല്ലാവരെയും കാണുകയും ചെയ്യാൻ എന്ത് ചെയ്യുന്നു. ഈ പത്രപ്രവർത്തകന്റെ വേഷം ഇഷ്ടമുള്ളതാണോ? നേരത്തെയും താല്പര്യമുള്ളതാണോ? 2014 ചെറുപ്പത്തിലേ ഉള്ളതാണ്. ഇനി എന്തായാലും ഇത്തവണ മാറി നിന്നു. അങ്ങയുടെ അടുത്ത ബന്ധു തന്നെയാണ് അവിടുന്ന് പ്രതിനിധിയായിട്ട് വന്നത്. എന്താണ് അദ്ദേഹത്തോട് ഉപദേശമൊക്കെ? എന്താണ് അദ്ദേഹത്തോട് നാട്ടിൽ ഞങ്ങളൊക്കെ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും പുതുതായിട്ട് നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാനും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രീതിയിൽ പോകും. അതിന് പാരമ്പര്യം ഉള്ളതുമാണ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പോകും. നിങ്ങളുടെ മുന്നണി വലിയ തിരിച്ചടി നേരിട്ട കാലം കൂടിയാണ്. ഇത് മറികടന്ന് വരാൻ പറ്റുമോ ഇടത് മുന്നണിക്ക്? അത് ആലോചിക്കേണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടിയിരുന്നുകൊണ്ട് ആലോചിച്ചുകൊണ്ട് എന്തായാലും അത് പ്രശ്നമാവില്ല. പ്രത്യേകിച്ച് UDF ആണല്ലോ ഇപ്പുറത്ത്. അത് മാറിക്കൊണ്ടിരിക്കും. തിരിച്ചു വരും. അപ്പോൾ തിരിച്ച് നിയമസഭയിലേക്ക് ഇനി അംഗമായിട്ട് വരുമോ, അല്ല ഇനി മാധ്യമപ്രവർത്തകരായിട്ട് മാത്രമേ കാണാൻ? അത് സംശയം. അംഗമായിട്ട് വരുന്ന സംശയം. ഇനി മാധ്യമപ്രവർത്തന റോളിൽ കാണാം, പാർട്ടി പ്രവർത്തന ഏതാണ്ട് റോളിലും കാണാം. ഓക്കെ. ഏതായാലും സന്തോഷം വീണ്ടും കണ്ടതിൽ, ഈ റോളിൽ കണ്ടതിൽ. ഇതാണ് അദ്ദേഹം. കഴിഞ്ഞ സെഷൻ വരെ MLA ആയിരുന്നു, മുൻ മന്ത്രിയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകനായി KP മോഹനൻ നിയമസഭയിൽ ഒരിക്കൽ കൂടി എത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.